ജയശങ്കർ നമുക്കൊപ്പം ഉണ്ട്. അഡ്വക്കേറ്റ് ജയശങ്കർ, രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, വിശ്വാസം ഒരു വ്യക്തിയുടെ സ്വകാര്യ കാര്യമാണ്, അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്, തർക്കമില്ല. പക്ഷേ ഈ കാലത്തും കൂടോത്രം പോലെയുള്ള സംവിധാനങ്ങളിൽ വിശ്വസിക്കുന്നവരുണ്ട് അല്ലെങ്കിൽ എന്നത് ഞെട്ടിക്കുന്ന കാര്യമാണ്. ഇപ്പോൾ ഞങ്ങൾ കാണിക്കുന്ന ദൃശ്യങ്ങളിൽ KPCC അധ്യക്ഷൻ്റെ വീട്ടിൽ, കണ്ണൂരിലെ വീട്ടിലടക്കം കൂടോത്രം സ്ഥാപിച്ചു. ആ കൂടോത്രം പുറത്തെടുത്ത ദൃശ്യങ്ങളാണ്. ഒന്ന്, സുധാകരൻ തന്നെ പറയുന്നു തനിക്ക് ഈ കൂടോത്രം മൂലം വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്, വലിയ പ്രതിസന്ധിയുണ്ട്, വ്യക്തിജീവിതത്തിൽ പ്രശ്നമുണ്ട്, ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്ന കാര്യം പറയുന്നു. ഈ കാലത്തും ഇങ്ങനെയൊക്കെ വിശ്വസിക്കുന്നവരുണ്ട് എന്നത് താങ്കളെ ഞെട്ടിപ്പിക്കുന്നുണ്ടോ? അല്ല, എനിക്ക് വലിയ ഞെട്ടലൊന്നുമില്ല. സ്വാഭാവികമായിട്ടുള്ള കാര്യം തന്നെയാണ്. നമ്മൾ 21ാം നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നതെന്ന് പറയുമ്പോഴും ആളുകൾക്ക് ക്ഷുദ്രം, മാരണം, കൂടോത്രം, ബ്ലാക്ക് മാജിക്, ഇതിലൊക്കെയുള്ള വിശ്വാസം വർദ്ധിക്കുകയല്ലാണ്ട് കുറയുന്നില്ല. കഴിഞ്ഞ വർഷമല്ലേ കേരളത്തിൽ നരബലി നടന്ന സംസ്ഥാനമാണ് നമ്മുടെ നവോത്ഥാന കേരളം. അപ്പൊ അതുകൊണ്ട് ഇതിലൊക്കെ വിശ്വസിക്കുന്നതിൽ നമുക്ക് ആരും കുറ്റപ്പെടുത്താൻ പറ്റുകയില്ല. ഇത് നിഷ്ഫലമാണെന്ന് നമുക്കറിയാം, എനിക്കറിയാം, നിങ്ങൾക്കും അറിയാമായിരിക്കും. പക്ഷെ വലിയൊരു വിഭാഗം ആളുകൾ ഇതിന്റെയൊക്കെ ഫലസിദ്ധിയെ കുറിച്ച് മൂഢവിശ്വാസമുള്ളവരാണ്. ഇതൊക്കെ ഫലിക്കുമെന്ന് കരുതുന്നവരാണ്. രണ്ടു കൂട്ടരും ഇത് വിശ്വസിക്കുന്നുണ്ട്. ഒന്ന്, ഇത് ചെയ്യിച്ചവരും വിശ്വസിക്കുന്നുണ്ട്, ഇത് ചെയ്യപ്പെട്ടവരും ആർക്കെതിരായിട്ട് ചെയ്തോ അവർ വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ടുള്ള KPCC പ്രസിഡന്റ് രീതിയിൽ പറഞ്ഞു. ഇത് കേരളത്തിലെ പല നേതാക്കന്മാരും രഹസ്യമായിട്ടും സ്വകാര്യമായിട്ടും ചെയ്യിക്കുന്നതായിട്ടും നമുക്കറിയാം. ആരും പേര് പറയാൻ നിർത്തിയില്ല, കാരണം ആധികാരികമായ തെളിവുകളില്ലാത്ത. ഈ മൺമറഞ്ഞു പോയ CPM സംസ്ഥാന സെക്രട്ടറിയുടെ കൈത്തണ്ടയിൽ എത്ര ഏലസുകൾ ഉണ്ടായിരുന്നു, എത്ര ചരടുകൾ കെട്ടിയിട്ടുണ്ടായിരുന്നു, അത് ഓർമ്മയില്ലേ? CPM പോലുള്ള പാർട്ടികളിൽ പോലും ആളുകൾ ഇതിൽ വിശ്വസിക്കുന്നുണ്ട്. മൃഗബലി നടത്തുന്നവരുണ്ട്, അല്ലെങ്കിൽ ശത്രു സംസ്കാര പുഷ്പാഞ്ജലി നടത്തുന്നവരുണ്ട്, കാടാമ്പുഴയിൽ പൂമൂടൽ നടത്തിച്ചവരുണ്ട്, ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ ഉദയാസ്തമയ പൂജ നടത്തുന്നവരുണ്ട്, മറ്റു പലതരത്തിൽ ഉള്ള പരിപാടികൾ, ആഭിചാരങ്ങൾ ചെയ്യുന്നവരുണ്ട്, വഴിപാട് നടത്തുന്നവരുണ്ട്. വഴിപാട് നടത്താൻ നമുക്ക് മനസ്സിലായി. ആഭിചാരം ചെയ്യുന്നവരുണ്ട്, ക്ഷുദ്രം, മാരണം, കൂടോത്രമൊക്കെ ചെയ്യിക്കുന്നവരുണ്ട്. ഇതിൽ യാതൊരു അത്ഭുതം എനിക്ക് തോന്നുന്നില്ല. VM സുധീരൻ പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് ഏതാണ്ട് ഇതുപോലുള്ള ക്രിയകളൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹം ഇതിനെക്കുറിച്ച് പരാതി പറഞ്ഞു.